ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹൃദയത്തിന് വാഹനങ്ങൾ ആവശ്യമാണ്. ഹൃദയത്തിൻ്റെ വാഹനങ്ങളാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശങ്ങൾ. ഈ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശങ്ങൾ ഹൃദയത്തിൻ്റെ സൈന്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ പടയാളികൾ കൂടിയാണ് ഏത്? അള്ളാഹുവിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന ഈ പ്രകാശങ്ങൾ, അല്ലേ? അതാണ് നമ്മൾ വിശദീകരിച്ചത്. അവിടെ ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയത്തിൽ ലഭിക്കുന്ന ഈ പ്രകാശങ്ങൾ, ഈ ഹൃദയത്തിലുണ്ടാവുന്ന ഈ പ്രകാശങ്ങൾ, ഇത് കൽബിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് ഈ പ്രകാശം കിട്ടിയാൽ ആ പ്രകാശമായ അനുബന്ധമായ എങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിൽ ഇത് പ്രവർത്തിക്കുക എന്നതിനെ കുറിച്ചാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രകാശങ്ങൾ ആവശ്യമാണ്, സഹായിക്കും എന്നൊക്കെ വിശദീകരിച്ചു. അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ വ്യത്യസ്ത രീതികളിലാണ് നമ്മൾ ഒരു വിഷയം നമ്മളെ കൽബിൽ ഉറക്കുക. അത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിക്കമിൽ 57ാമത്തെ ഹിക്കമാണ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ സമയം കിട്ടണ 88 നമ്മൾ പറയും. നോക്കുക. അപ്പോൾ നോക്കുക, അതാണ് അന്നൂറു, അല്ലേ? പ്രകാശം എന്ന് പറയുന്നത് ഇവിടെ ഒരു കസാലുണ്ട്, ഇവിടെ ഫ്രണ്ടിൽ ഒഴിവുണ്ട്. അന്നൂറു പ്രകാശം എന്ന് പറയുന്നത് ലഹു അതിനുക്കുണ്ട്. ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു നോക്കൂ. പ്രകാശം എന്ന് പറയുന്നത് ലഹു അതിനുക്കുണ്ട്. എന്ത്? അൽ കശ്ഫ്. കശ്ഫ് എന്താണ്? കശ്ഫ് പറഞ്ഞാൽ കശ്ഫ് എന്ന് അറിയില്ലേ? ആ കസിലാണ്, മടി പറഞ്ഞാൽ കസിലാണ്. കശ്ഫ് പറഞ്ഞാൽ ടെസ്റ്റ് അല്ല, കശ്ഫ്. കശ്ഫ് പറഞ്ഞാൽ കശ്ഫ് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കുക, മറ നീക്കുക, ഓരോ കാര്യങ്ങൾ ശരിക്കും വ്യക്തമാക്കി തരാം. മറ നീക്കി അതിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അതിനാണ് ഏത് പറയാ? കശ്ഫ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അന്നൂറു പ്രകാശം എന്ന് പറയുന്ന സംഗതി ലഹു അതിനുണ്ട് അൽ കശ്ഫു. അതിന്റെ പണിയാണ് ഏത്? കശ്ഫ് ചെയ്യാന്നുള്ള പണി. നമുക്ക് കിട്ടുന്ന ഹൃദയത്തിൽ കിട്ടുന്ന പ്രകാശം നമ്മൾ പറയുന്നുണ്ട്. ഈ പ്രകാശത്തിന്റെ പണി എന്താണ്? നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കശ്ഫ് ചെയ്യുന്ന പണിയാണ്. ഏതിന്റെ പണി? ഈ പ്രകാശത്തിന്റെ പണി. കശ്ഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സംഗതികൾ എന്ത് ചെയ്യുക? അതിന്റെ അവസ്ഥകൾ വെളിവാക്കി തരാം. അതായത് എന്താണ് സാധനം, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു രീതിയാണ് ഏത് നമുക്ക് ചെയ്തു തരുന്നത്? പ്രകാശം നമുക്ക് ചെയ്തു തരുന്നത്. അതേ സമയത്ത് വൽ ബസീറത്തു, ബസീറത്ത് പറഞ്ഞാൽ എന്താണ്? ബസർ പറഞ്ഞ കാഴ്ച, ബസീറത്ത് പറഞ്ഞാൽ ഉൾക്കാഴ്ച, കണ്ടുകൊണ്ടുള്ള കാണുന്ന കാഴ്ചല്ല, കാര്യങ്ങൾ ഹൃദയം കൊണ്ട് കാണുന്ന കാഴ്ച. അതിനാണ് ഇത് പറയുക ബസീറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നൂറുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് രീതികൾ അവിടെ വരുന്നുണ്ട്. അതാണ് പറയുന്നത്. അള്ളാഹുവിൽ ലഭിക്കുന്ന പ്രകാശവുമായി അനുബന്ധമായി ബന്ധപ്പെട്ട് 2-3 രീതികൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്പർ 57 കണ്ടില്ലേ? 57. അപ്പൊ അന്നൂറു പ്രകാശത്തിന്റെ പണി ലഹു അതിനുണ്ട് അൽ കശ്ഫു, കാര്യങ്ങൾ വെളിവാക്കി തരുക എന്നുള്ളതാണ്. വൽ ബസീറത്തു, ബസീറത്ത് എന്താണ്? ഉൾക്കാഴ്ച. ലഹ അതിനൊക്കെയുണ്ട് അൽ ഹുക്കുമു, ആ കണ്ട വെളിവായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാനുള്ള പണി എടുക്കുന്നത് ആരാണ്? ഏതാണ്? ബസീറത്താണ്. അപ്പൊ ഒരു മനുഷ്യന് നൂറും വേണോ ഏതും വേണോ? ബസീറത്തോ? നൂറ് നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. ബസീറത്ത് ആ കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? ആ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിധി പറയും. അതായത് പിന്നെ പ്രകാശം അത് മനസ്സിലാക്കാം. കുറച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. വൽ ഖൽബു, ഈ നൂറും ബസീറത്തും കിട്ടുമ്പോൾ അതിന് ശേഷം ഹൃദയം എടുക്കുന്ന പണി, അത് ശരിക്കുള്ള നമ്മളെ ഹൃദയം, നമ്മൾ പറയുന്ന കൽബില്ലേ, ആ കൽബ് എന്താണ്? കൽബു ലഹു അതിനുണ്ട് അൽ ഇഖ്ബാലു, ഈ വേർതിരിഞ്ഞ വിധി കിട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ സ്വീകരിക്കലും വൽ ഇദ്ബാറും അതിൽ നിന്ന് തിരിഞ്ഞു കളയലും. ഈ പണിയാണ് ആരെടുക്കുന്നത്? കൽബെടുക്കുന്നത്. അപ്പൊ കൽബിന്റെ പണി എന്താണ്? ഒരു സംഗതി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു സംഗതി
ഒഴിവാവുക. പക്ഷെ സ്വീകരിക്കണമെങ്കിലും അത് ഒഴിവാക്കണമെങ്കിലും അതിന് ആദ്യം എന്ത് വേണം? ഒരു കശ്ഫ് വേണം. ഈ കശ്ഫ് ഇവിടെ ഒഴിഞ്ഞ അവസാനമുണ്ട്, ഇവിടെ ഒരു ഫില്ല് ചെയ്യാം. കശ്ഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കശ്ഫിന്റെ പണി ആരെടുക്കുന്നുണ്ട്? പ്രകാശം നൂറെടുക്കുന്നുണ്ട്. പക്ഷെ ഈ കശ്ഫായ സംഗതി തന്നെ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് ആണ് ഏതെടുക്കുന്നത്? ബസീറത്ത് എടുക്കുന്നത്. ആ ബസീറത്ത് പ്രകാരം എടുത്ത തീരുമാനങ്ങളിൽ ഒരു നിലപാടെടുക്കും. മറ്റേ വിധി പറയാണ്, അത് നല്ലതാണ് മോശമാണെന്ന് വിധി പറയലാണ് ബസീറത്ത് ചെയ്യുന്നത്. അത് ആ വിധി പറയുന്ന സംഗതി ഇനി എന്ത് ചെയ്യണം? നടപ്പിൽ വരുത്തണം. മനസ്സിലായില്ലേ? അത് നടപ്പിൽ വരുത്തുന്ന പണിയാണ് ആരെടുക്കുന്നത്? ഹൃദയമെടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലേ? ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരാൾക്ക് പ്രകാശം കിട്ടിയത് കൊണ്ട് മാത്രം ആ പ്രകാശം ഹൃദയത്തിന്റെ വാഹനമാണ്. അതിന്റെ എന്താണ്? ഒരു 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 തുടക്കാവസ്ഥയാണ്. എല്ലാ അവസ്ഥയിലും പ്രകാശം കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും പ്രകാശം ഹൃദയത്തിന് വാഹനമാണ് നമ്മൾ പറയാണ്ടായി. പക്ഷെ ഒരാൾക്ക് പ്രകാശം കിട്ടിയാൽ അതായത് പ്രകാശം ചെയ്യുന്ന സംഗതി എന്താണ്? കാര്യങ്ങളെ കശ്ഫ് ചെയ്യലാണ്. കശ്ഫ് ചെയ്യാറിനാൽ നമ്മളെ മുമ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഫുള്ള് അതിന്റെ സത്യവും പൊള്ളത്തരവും നമുക്ക് കാണിച്ചു തരുന്ന പണിയാണ് ആരെടുക്കുന്നത്? പ്രകാശമെടുക്കുന്നത്. ഇപ്പൊ കശ്ഫായി നമ്മളുള്ള വിഷയങ്ങൾ, എല്ലാ വിഷയവും, ഇപ്പൊ ഉദാഹരണം പറയും, ഏത് വിഷയമാകട്ടെ, ഏത് വിനോദമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഇബാദത്താകട്ടെ, ഇത് രണ്ട് സംഗതികളും നമ്മൾ മുമ്പിൽ എന്ത് ചെയ്യും? കാണിച്ചു തന്നിട്ട് അത് എന്താണ്? അത് പിന്നെ അതിന്റെ രണ്ട് വശവും കാണിച്ചു തരും. അത് ഹക്കും ബാത്തിലും തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണിച്ചു തരുന്നത് ഏതാണ്? പ്രകാശമാണ്. അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകാശം വഴിയാണ് നമുക്ക് ഏത് വേർതിരിയുന്നത്? ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിയുന്നത്. പക്ഷെ ഹക്കും ബാത്തിലും വേർതിരിഞ്ഞാൽ തന്നെ അത് ഹക്കാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയും ഹക്ക് നല്ല തന്നെ ഹക്കും ബാത്തിലും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ഹക്ക് നല്ലതാണ്, ബാത്തിൽ മോശമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് ആണ് ആ തീരുമാനം എടുക്കുന്നതാണ് നമ്മളെ ഏത്? ബസാറത്ത്. മറ്റേ ഹക്കും ബാത്തിലും വേർതിരിച്ച് കാണുള്ളൂ. എല്ലാവർക്കും ഹക്കും ബാത്തിലും ഒരുവിധ ആൾക്കാർക്കൊക്കെ വേർതിരിച്ച് കാണും. പക്ഷെ ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്ക് തന്നെയാണ് നല്ലത്, ഹക്ക് ആവശ്യമാണ്, ബാത്തിൽ പാടില്ലാത്തതാണ് എന്ന ഒരു വിധി നമ്മളിൽ ഉണ്ടാക്കി തരും. അതാണ് ഒരു മനുഷ്യന് ഏത് കിട്ടിയാൽ, ബസാറത്ത് കിട്ടിയാൽ അയാൾ സംഭവിക്കുന്നത്. അത് നല്ലതാണ് തോന്നിയ വ്യക്തിക്ക് എന്താവും? അത് സ്വീകരിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് അയാൾ പോകും. ഹക്ക് നല്ലതെന്ന് മനസ്സിലായി, കണ്ടു, മനസ്സിലായി, ഇനി എന്താണ്? അത് സ്വീകരിക്കും വേണോ? ഇവിടെ ഒരു പ്രയാസം. അപ്പൊ സ്വീകരിക്കണ പണിയാണ് ഏതിന്റെ പണി? ഏതിന്റെ പണി? ഖൽബിന്റെ പണി. അല്ലെ ബാത്തിൽ കണ്ടു, ബാത്തിൽ മോശമാണെന്ന് വിധിച്ചു, അതുകൊണ്ട് തന്നെ ബാത്തിൽ പാടില്ല, അതിൽ നിന്ന് ഒഴിവാകാണ് എന്ന് തീരുമാനിക്കുന്ന പണിയാണ് ഏതിന്റെ പണി? ഖൽബിന്റെ പണി. അപ്പൊ ഒരു പ്രകാശവുമായി ബന്ധപ്പെട്ട് ഒരു പ്രകാശം ഹൃദയത്തിന്റെ വാഹനമാണ്. പക്ഷെ ഹൃദയത്തിന്റെ വാഹനമായ പ്രകാശം, അതിന്റെ കൂടെ രണ്ട് സംഗതികൾ നമുക്ക് ആവശ്യമുണ്ട്. അത് ആ വാഹനത്തിൽ എന്ത് ചെയ്യണം? വാഹനത്തിൽ നമ്മൾ കയറുമ്പോൾ അതിന് എന്ത് വേണം? അതിന് ആ വാഹനം കിട്ടി നമുക്ക് എന്ത് വേണം? ബസാറത്ത് കൂടി വേണം. ബസാറത്താണ് നമുക്ക് കാര്യങ്ങളിൽ വിധി പറയുന്നത്. കാര്യങ്ങളെ വിധി പറയുന്നത് ഏതാണ്? ബസാറത്താണ്. വിധി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതാണ് ആര്? ഖൽബ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ ഉദ്ദേശം. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഉദാഹരണം പറയാം, കശ്ഫ്. അപ്പോൾ ഒരു സംഗതി, ഒരു മനുഷ്യന്റെ കശ്ഫ് കിട്ടിയാൽ എല്ലാ സംഗതികളും, ഏത് സംഗതിയാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യന് 100 കിട്ടിയാൽ അയാളെ മുമ്പിൽ വരുന്ന ഏത് സംഗതിയാകട്ടെ അതിന്റെ തിന്മവശവും നന്മവശവും മനസ്സിലാക്കിയിട്ട് നന്മ നമ്മൾ മുമ്പിൽ എന്ത് ചെയ്യും? 100 കാണിച്ചു. ആ നന്മയായി ഉണ്ട്. അത് പറയാൻ പോകുന്നുണ്ട്. 100 വകഭേദങ്ങൾ ഉണ്ടോന്നാണ്. 100 വകഭേദങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അത് നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുകയും അത് അനുകൂല നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് ബസാറത്ത്. അത് സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഏത്? ഖൽബ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം.
ഒരു മനുഷ്യൻ, ഒരു ഉദാഹരണം, സൂഫിയാക്കൾ അതിന് ഉദാഹരണം വിശദീകരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ പ്രവേശിക്കുന്നു. ആ വീട് ഫുള്ള് എന്താണ്? ഇരുട്ടാണ്. ഉദാഹരണം മനസ്സിലാവുണ്ടോ? ആ വീട്ടിൽ എന്തുണ്ട്? നിറച്ച് ഇരുട്ടാണ്. പക്ഷെ ആ വീട്ടിൽ എന്തുണ്ട്? കുറേ സാധനങ്ങളുണ്ട്. ഉപകാരമുള്ള സാധനമുണ്ട്, ഉപദ്രവമുള്ള സാധനം. ഒരു ഉദാഹരണം പറയാം. പിന്നെ അതിൽ ധാരാളം നിധികളുണ്ട്, അമൂല്യമായ സ്വർണം, വെള്ളി നിധികൾ അതിലുണ്ട്. അതേസമയത്ത് നമ്മളെ ഉപദ്രവിക്കുന്ന ക്ഷുദ്രജീവികളുണ്ട്, തേളുകൾ, പാമ്പുകൾ, അതുമുണ്ട്. രണ്ടും പേരുണ്ട്, ഒരു വീട്ടിൽ ഉണ്ട്. ആ വീട്ടിന്റെ അവസ്ഥ ഏതാണ്? ഇരുട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഇതേപോലെയാണ് അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന വ്യക്തിയുടെ അവസ്ഥ. അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിനുള്ള ഏത് കിട്ടിയിട്ടില്ല? പ്രകാശം കിട്ടിയിട്ടില്ല. അയാൾ ഈ റൂമിൽ പ്രവേശിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ പ്രവേശിക്കുന്നതുകൊണ്ട് അയാൾക്ക് ആ റൂമിലുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഏതാണ് ഉപകാരപ്പെട്ടത്, ഏതാണ് ഉപദ്രവമുള്ളത് അയാൾക്ക് എന്തില്ല, കാണാൻ കഴിയുന്നില്ല. ഇതാണ് തെമ്മാടിയ അള്ളാഹുവിനെ എതിർ ചെയ്യുന്ന വ്യക്തിയുടെ ഉദാഹരണം. അയാൾക്ക് യഥാർത്ഥത്തിൽ തിന്മയുടെ കയ്പ് അയാൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നന്മയുടെ മധുരം അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീട്ടിലേക്ക് ഒരാൾ വെളിച്ചവുമായി കിടക്കുകയാണ്, അല്ലെ? ഒരു വെളിച്ചം കത്തിച്ചാൽ എന്താ ഉണ്ടാകുക? അവിടെ ഒരു പ്രകാശം വന്ന അയാൾക്ക് എന്താണ് ആ വീട്ടിൽ കാണാൻ കഴിയും, ഏതാണ് ഉപദ്രവം, ഏതാണ് ഉപകാരം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഉപദ്രവമുള്ള കാര്യങ്ങൾ മാറി നിന്ന് ഏതെടുക്കാം? ഉപകാരമുള്ള കാര്യങ്ങൾ എടുക്കാം. ഇതാണ് അള്ളാഹുവിനുള്ള വെളിച്ചം ലഭിച്ച ആളിന്റെ ഉദാഹരണം. അയാളുടെ മുമ്പിൽ വരുന്ന ഏത് വിഷയവും അതിൽ ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് കിട്ടണമെങ്കിൽ അതിലേത് വേണം? അള്ളാഹുവിൽ നിന്നുള്ള ഏത് വേണം? ഒരു പ്രകാശം അയാൾക്ക് കിട്ടണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിച്ചത്. എന്താണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു അൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ഒരായത്തിൽ അല്ലാഹു തആല ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്? സൂറത്തുൽ അംഫാലിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം യജ്അൽ ലക്കും ഫുർഖാന, അവൻ അല്ലാഹു തആല നിങ്ങൾക്ക് ഫുർഖാനെ നൽകിയിട്ടുണ്ട്. ഫുർഖാനെ നൽകുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്നെ വിശദീകരിച്ചത് നൂറൻ യഫ്റുഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ. അല്ലാഹു തആല തരം പ്രകാശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് ഏത് തിരിച്ചറിയാം? ഹക്കും ബാത്തിലും തിരിച്ചറിയാം. ഹക്കും ബാത്തിലും തിരിച്ചറിയുന്നതിനാണ് ഏത് പറയാ? ഫുർഖാൻ എന്ന് പറയാം. ബദർ യുദ്ധത്തിന് യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ഹക്കും ബാത്തിലും വേർതിരിച്ചുണ്ട്. ഫാറൂഖ് ഹക്കും ബാത്തിലും വേർതിരിച്ചതാണ്. അപ്പൊ അല്ലാഹു തആല ഇവിടെ പറയാൻ, അല്ലാഹു തആല ഞങ്ങൾക്ക് ഒരു പ്രകാശം നൽകിയിട്ടുണ്ട്. ആ പ്രകാശമായി നിങ്ങൾക്ക് ഏതാം? ഹക്കും ബാത്തിലും തിരിച്ചറിയാം. ഈ പ്രകാശം കിട്ടാത്ത വ്യക്തി ആണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ഏത് തിരിച്ചറിയില്ല? ഹക്കും ബാത്തിലും തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് ആദ്യം കിട്ടുക ഏതാണ്? ഹക്കും ബാത്തിലും തിരിച്ചറിയാനുള്ള ഏതാണ്? ഒരു പ്രകാശമാണ്, ഒരു വെളിച്ചമാണ്. അല്ലാഹു തആല ആർക്ക് തന്നിട്ടുണ്ട്? മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അത് നൽകുന്നുണ്ട്. ഇത് തുടക്കാവസ്ഥയുള്ള പ്രകാശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ മറ്റൊരായത്തിൽ കാണാം, വഖാല അല്ലാഹു തആല സൂറത്തുൽ അൻആമിലെ 122-ാമത്തെ ആയത്തിൽ കാണാം, എന്താണ്? അവൻ മൻ കാന മൈതൻ ഫഅഹ്യൈനാഹു. ശ്രദ്ധിക്കണം, ആയത്ത് വായിക്കണം. അവൻ ഒരുത്തനല്ലയോ കാനം എന്താണ്? അവൻ മരിച്ചവനല്ലായിരുന്നു. ഫഅഹ്യൈനാഹു, എന്നിട്ട് അവനെ അവനെ ജീവിപ്പിച്ചു. വജഅൽന, അപ്പൊ അവിശ്വാസത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അല്ലാഹു തആല ഏത് കൊടുത്തു? വിശ്വാസം കൊടുത്തു. എന്നിട്ട് പറയാണ് വജഅൽനാ ലഹു നൂറ. വജഅൽനാ ലഹു നൂറ, വജഅൽനാ ലഹു, അവന് ഞാൻ ആക്കുകയും ചെയ്തു, അവന്റെ മുമ്പിൽ ഞാൻ കൊടുക്കുകയും ചെയ്തു, അവനെ ആക്കി കൊടുത്തു. ലഹു നൂറൻ, ഒരു പ്രകാശത്തിനെ ആക്കി കൊടുത്തു. യംശി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമായി അവൻ ജനങ്ങൾക്കിടയിൽ നടക്കുന്നു. അപ്പൊ ജീവൻ കിട്ടിയ ഒരാൾക്ക് അതാ ജീവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് പരിശുദ്ധ ഇസ്ലാമിൽ പ്രവേശിക്കുക.
ഇസ്ലാമിൽ പ്രവേശിച്ച മുസ്ലിമായ മനുഷ്യന് പിന്നീട് അല്ലാഹു തആല നൽകുന്ന അള്ളാഹുവിനുള്ള ഒരു അനുഗ്രഹമാണ് ഏത്? പ്രകാശം. ആ പ്രകാശം കിട്ടിയാൽ, ആ വെളിച്ചം കിട്ടിയാൽ അവനക്ക് എന്ത് ചെയ്യാം? ആ വെളിച്ചവുമായി ജനങ്ങൾക്കിടയിൽ നടക്കാം. ആ വെളിച്ചം കിട്ടിയാൽ അവനക്ക് ഏത് കിട്ടും? ഹക്കും ബാത്തിലും വേർപിരിയും. അപ്പൊ ഹക്കും ബാത്തിലും വേർപിരിയിക്കുന്ന പണിയാണ് ഏതെടുക്കുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, വെളിച്ചം നമുക്ക് എടുക്കുന്ന പണി. അള്ളാഹുവിൽ നിന്ന് വെളിച്ചം കിട്ടിയാൽ നമുക്ക് ഏത് വേർപിരിയും? ഹക്കും ബാത്തിലും വേർപിരിയും. നമ്മൾ പറയുന്നത് അന്നൂറു ലഹുൽ കശ്ഫ്, പ്രകാശത്തിന്റെ പണി എന്താണ്? കശ്ഫ് ചെയ്യലാണ്. ഹക്കും ബാത്തിലും വേറെ പിരിക്കണ പണിയാണ് ഏതിന്റെ പണി? പ്രകാശത്തിന്റെ പണി. സുധാരണ മേറായത്തിൽ കാണാം, സൂറത്തു സുമറിലെ 22-ാമത്തിൽ കാണാം, അഫമൻ ശറഅല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാമിലേക്ക് ഹൃദയ വിശാലമാക്കിയ ഒരുത്തനല്ലയോ? മുസ്ലിമാക്കിയ, ഇസ്ലാമിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുത്ത ഒരുത്തനല്ലയോ? ഹുവ അലാ നൂറും മിർ റബ്ബിഹി, അവൻ അള്ളാഹുവിൽ നിന്നുള്ള ഏതിന്റെ മേലല്ലയോ? പ്രകാശത്തിന്റെ മേലല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? തുടക്കത്തിൽ തന്നെ ഏത് കൊടുക്കുന്നുണ്ട്? ഈമാന്റെ പ്രകാശം. ഈമാനോട് കൂടി തന്നെ അള്ളാഹു തആല ഏത് കൊടുക്കുന്നുണ്ട്? ഒരു പ്രകാശം കൊടുക്കുന്നുണ്ട്. ആ പ്രകാശം കിട്ടിയാൽ ആൾക്ക് ഏത് മനസ്സിലാക്കാം? ഹക്കും ബാത്തിലും വേർപിരിക്കാം. പിന്നെ ഹക്കും ബാത്തിലും വേർപിരിച്ച് ഹക്ക് മോശം, ഹക്ക് നല്ലതാണ്, ബാത്തില് മോശമാണ് എന്ന് നമ്മളൊരു വിധി പറയും. അതാണ് നമ്മൾ ഏത്? ബസാറത്ത്. ആ ഹക്ക് നല്ലതാണ്, ബാത്തില് മോശമാണ് എന്ന് വേർപിരിഞ്ഞ ശേഷം, വിധി പറഞ്ഞ ശേഷം ഹക്ക് സ്വീകരിക്കണം, ബാത്തില് ഒഴിവാക്കണം എന്ന നിലപാടെടുക്കും. അതാണ് നമ്മൾ ഏത് ചെയ്യുന്നത്? ഹൃദയം ചെയ്യുന്നത്. അപ്പൊ സത്യവിശ്വാസിക്ക് ഇത് മൂന്നും ആവശ്യമാണ് എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇനി മനസ്സിലാക്കുക, ഇവിടെ ഇപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതേ സമയത്ത് നമ്മൾ പറയണ്ടായി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശങ്ങൾ, അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായി പ്രകാശത്തിന് പല അവസ്ഥകളുണ്ടോ എന്ന് ചോദിക്കണ്ടായി. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന പ്രകാശങ്ങളും പല സ്റ്റാൻഡേർഡിലുണ്ട്. അറ്റ്ലീസ്റ്റ് 3 സ്റ്റാൻഡേർഡിലുണ്ട്. അതാണ് വാരിദുൽ ഇന്തിബാഹ്, ഒന്ന് നമ്മളെ ഉണർത്തുന്ന സ്റ്റാൻഡേർഡ് അല്ലേ, ഒരു ചെറിയ ബോധം ഉണ്ടാക്കി നൽകുന്ന പ്രകാശം. രണ്ടാമത് വാരിദുൽ ഇഖ്ബാല്, അതെന്താണ്? ഉണർന്ന ശേഷം ഒന്ന് അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്നുകൂടി സജീവമാകുന്ന പ്രകാശം. മൂന്നാമത് വാരിദുൽ വിസാല്, അതായത് സജീവമായതിനു ശേഷം അള്ളാഹുവിൽ ഫുൾ ടൈം ബന്ധം നിലനിർത്തുന്ന ഏത്? പ്രകാശം. ഇങ്ങനെ 3 സ്റ്റാൻഡേർഡിൽ അള്ളാഹുവിൽ നിന്ന് ഏത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? നമുക്ക് പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 സ്റ്റാൻഡേർഡിലുള്ള പ്രകാശത്തിലും ഈ 3 അവസ്ഥകൾ വരുന്നുണ്ട്. മനസ്സിലാക്കുക, ഈ 3 സ്റ്റാൻഡേർഡിലുള്ള അവസ്ഥയിലും കശ്ഫും വരുന്നുണ്ട്, ബസാറത്തും വരുന്നുണ്ട്, ഇഖ്ബാലും ഖൽബും വരുന്നുണ്ട്. ഓരോന്നും നമ്മൾ ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഇപ്പൊ നൂറുൽ ഇന്തിബാഹ്, തുടക്കാവസ്ഥയിൽ അള്ളാഹുവിൽ നമുക്ക് പ്രകാശം, അതിപ്പോ അൽഹംദുലില്ലാ നമുക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഹക്കും ബാത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുന്നത്. അത് തുടക്കാവസ്ഥ പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇസ്ലാം കിട്ടി, അള്ളാഹിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം കിട്ടുന്നതോടുകൂടി തന്നെ തുടക്കാവസ്ഥയിലുള്ള പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തുടക്കാവസ്ഥയിലെ പ്രകാശം ഫലപ്രദമാവുന്നതാണ് അതിൽ ബസാറത്തും ഖൽബും പണിയെടുക്കുമ്പോൾ. തുടക്കാവസ്ഥയിലുള്ള നമ്മുടെ ഈ പ്രകാശം ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവിടെ ബസാറത്തും ഖൽബും പണിയെടുത്തിട്ടുണ്ടാവും. ഇനി നോക്കാം, ഞാൻ പറഞ്ഞത് മനസ്സിലാകണില്ല തോന്നുന്നു ഇല്ലേ? അപ്പൊ തുടക്കാവസ്ഥയിലുള്ള പ്രകാശം നമുക്കത് നോക്കാം. നമ്മൾ തുടക്കാവസ്ഥയിൽ പ്രകാശക്കാർ കിട്ടിയിട്ടുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ പിന്നെ വാരിദുൽ ഇഖ്ബാൽ അഭിമുഖീകരിച്ചു 2ാം പ്രകാശം കിട്ടിയവരുണ്ടാവും. നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ 2ാം പ്രകാശം കിട്ടിയാൽ അവരുടെ നിലപാട് ഏതൊക്കെ രീതിയിൽ പോകും ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ 1ാം പ്രകാശത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് നോക്കാം. 1ാം പ്രകാശം ശരിക്കും കറക്റ്റ് അത് യൂസ് ആകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നു. 1ാം പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഹക്കും ബാത്തിലും നമുക്ക് വേർതിരിച്ച് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഹക്കും ബാത്തിലും തിരിയാത്തിട്ടുണ്ടാകും. അപ്പൊ 1ാം പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 1ാം പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് വാരിദുൽ ഇന്തിബാഹ്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ വാരിദുൽ ഇന്തിബാഹിൽ തന്നെ മനസ്സിലാക്കുക, ആ 1ാം പ്രകാശത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് എങ്ങനെയാണ് നമ്മളിൽ യൂസ്, എത്ര ശതമാനം അത് യൂസായിട്ടുണ്ട്, എത്ര ശതമാനം അത് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അത് കിട്ടിയ ആൾക്ക് എന്തുണ്ടാവും? അത് കിട്ടിയാൽ എന്താണ്? ആ 1ാം വാരിദുൽ ഇന്തിബാഹ് കിട്ടുന്ന വ്യക്തിയുടെ അതിന്റെ പണി എന്താണ്? അതിന്റെ കശ്ഫ് എടുക്കുന്ന പണി, കശ്ഫ്, ബസാറത്ത്, ഖൽബ്, 3 ആൾക്കാർ അതിൽ പണിയെടുക്കുക അല്ലേ? ഓരോ പ്രകാശത്തിലും ഈ 3 ആളുകൾ പണിയെടുക്കും. കശ്ഫും ബസാറത്തും
കൽബും പണിയെടുക്കും. അപ്പൊ ഭാരതത്തിലെന്തിപ്പാ കിട്ടിയാൽ അയാളിൽ കശ്ഫ് എടുക്കുന്ന പണി എന്താണ്? അള്ളാഹുവിനെ അയാൾക്ക് വഫലത്ത് എന്താണ്, യക്കലത്ത് എന്താണെന്ന് കശ്ഫ് കാണിച്ചു കൊടുക്കും. അള്ളാഹിനെ തൊട്ട് അശ്രദ്ധമാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അള്ളാഹിനെ കുറിച്ച് ഉണർവുണ്ടാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതെടുത്തു കൊടുക്കും. ആ പ്രകാശം കിട്ടിയാൽ ആ പ്രകാശം എന്ത് ചെയ്യും? ആ പ്രകാശം കിട്ടിയാൽ എന്ത് ചെയ്യും? അവിടെ കശ്ഫ് ഇങ്ങനെ വരാം. ഒന്നാം പ്രകാശം കിട്ടിയാൽ അവിടെ കശ്ഫ് ഇങ്ങനെ വരാം. എങ്ങനെ വരാം? അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിനെ തൊട്ട് ഉണർവുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അത് വേർതിരിച്ച് കാണിച്ച് നമ്മൾ മുമ്പിൽ എന്ത് ചെയ്യും? കണ്ട് ഇട്ടു തരും. അത് നമ്മളെ മുമ്പിൽ സമർപ്പിക്കും. അപ്പൊ ആ ഒരു നൂറ് ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാം ഇന്ന വിഷയങ്ങൾ അശ്രദ്ധമാണ്, അള്ളാഹുവിന് അശ്രദ്ധരാകുന്ന വിഷയമാണ്, മനുഷ്യൻ അശ്രദ്ധമാവുന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ മനുഷ്യന് അള്ളാഹുവിലെ ഉണർവിട്ടുന്ന കാര്യങ്ങളാണ് എന്നെന്ത് ചെയ്യും? അതിനെക്കുറിച്ചുള്ള ഒരു കശ്ഫ് ചെയ്ത് നമ്മളെ മുമ്പിൽ സമർപ്പിക്കും. ഒന്നാം പ്രകാശം കിട്ടിയ ആൾക്കുണ്ടാകുന്ന അവസ്ഥ. രണ്ടാമതെന്താണ്? അവിടെ ബസീറത്ത്, പിന്നീട് ബസീറത്ത് പണിയെടുക്കും. ബസീറത്ത് എന്താ പണിയെടുക്കുക? ആ അശ്രദ്ധമാവുന്ന കാര്യങ്ങളൊക്കെ മോശമാണ്, ഉണർവുണ്ടാവുക അൽഹംദുലില്ലാഹ് അത് തരക്കേടില്ല, നല്ല കാര്യമാണ് എന്ന എന്ത് ഒരു വിധി ആര് പറയും? ബസീറത്ത്. മറ്റത് നല്ലതാണ് മോശം ഇതാണെന്ന് കാണിച്ചു തരുന്ന പണിയാണ് ആരെ പണി? കശ്ഫിന്റെ പണി. ആ കശ്ഫ് തന്നെ എന്താണ്? കശ്ഫ് കാണിച്ച സംഗതികൾ ഇത് തരക്കേടില്ല, ഇത് നല്ലതാണ്, മറ്റേ കാണിച്ചു തന്നിട്ടുള്ള മുമ്പില് മനസ്സിലായില്ലേ? ഇത് നല്ലതാണ്, ഇത് ചെയ്താൽ ഉപകാരം തന്നെയാണ്, പടച്ചോനെ ആ വഴിക്ക് പോയാൽ മോശമാണ്, പാടില്ലാത്തതാണ് എന്ന ഒരു വിധി നമ്മളിൽ പറയും. അതാണ് ആരെടുക്കുന്ന പണി? ബസീറത്ത് എടുക്കുന്ന പണി. ആ ഒരു വിധി നമ്മൾ മനസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബസീറത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് പോയി. ഒന്നാം പ്രകാശം കിട്ടി, ഹക്കും അതിലൊക്കെ വേർതിരിഞ്ഞ് ഹക്ക് നല്ലതാണ്, ബാത്തിൽ മോശമാണ് എന്ന് പറയുന്ന ഒരു വിധി, ഒരു തീരുമാനം നമ്മളെ മനസ്സിൽ. ഹക്ക് പാടില്ലാത്തതാണ്, മറ്റേ ബാത്തില് ഹക്ക് പാടില്ലാത്തതല്ല, ഹക്ക് വേണ്ടതാണ്, ബാത്തില് പാടില്ലാത്തതാണ്, അതങ്ങനെ തന്നെ വേണം എന്നൊരു തീരുമാനം നമ്മൾ ഒരു വിധി നമ്മളിൽ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. ആ ഒരു പ്രസ്താവ്യ, ഒരു ദൃഢത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ബാത്തില് അത് മോശമാണ്, ആ വഴിക്ക് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ചുരുക്കം. അപ്പോ ബസാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിഷയം നമ്മളിൽ നല്ലതാണ് മോശമാണ് മനസ്സിലാക്കിയ സംഗതി, അത് വിധി പറയണ സംഗതിയാണ് ബസാറത്ത്. ആ ദൃഢത വരും. മൂന്നാമത്തെ സംഗതി എന്താണ്? ഖൽബ് എന്ന് പറയുന്ന സംഗതി ശരിക്കും നമ്മൾ പണിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ വിഷയത്തിലേക്ക് നമ്മൾ എത്തിക്കും. മനസ്സിലായി? നമ്മൾ പഠിച്ച വിഷയം, നല്ല വിഷയം ഏതാണോ ആ വിഷയത്തിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മൾ മോശമാണെന്ന് മനസ്സിലാക്കി വിധി പറഞ്ഞ വിഷയം ഏതാണോ ആ വിഷയത്തിന്റെ കൂടെ അതിന്റെ ആളായി, ആ മോശത്തരത്തിന് എതിരായ ആളായി നമ്മൾ മാറും. അപ്പോൾ അയാളുടെ ഹൃദയം എന്ത് ചെയ്തിട്ടുള്ളത്? ശരിക്ക് പണിയെടുത്തിട്ടുള്ളത്. ആ പ്രകാശം കിട്ടി, പ്രകാശം അനുബന്ധമായത്, പ്രകാശം ഒരു വെളിച്ചം. അപ്പൊ ചിലവർക്ക് ഇത് കുറച്ച് കഴിയും, അതിനൊക്കെ ആദ്യം ഈ പ്രകാശം വേണം. ചിലവർക്ക് അക്കുമ്പത്തിലൊക്കെ വേഗം തിരിച്ചറിയും, പക്ഷെ അത് മോശമാണ് നല്ലതാണെന്ന് സമയമെടുക്കും. ചിലർ വേഗം മനസ്സിലാവും, ഇനി അതിലേക്ക് ഞാൻ പോലാന്ന് തീരുമാനിക്കും, പിന്നെ നല്ലത് വേഗം ചെയ്യാൻ നോക്കും, തിന്മെന്ന് വേഗം ചെയ്യും, ഫുൾ ടൈം മാറി നിൽക്കും. ഇത് സാധാരണ പിന്നെ പ്രകാശം കിട്ടിയ ആളിൽ വരുന്ന ഖശ്ഫിന്റെയും ബസാറത്തിന്റെയും പിന്നെ കൽബിന്റെയും രീതികളാണ്. അതേ സമയത്ത് എന്താണ്? നൂറുൽ ഇഖ്ബാൽ എന്ന് പറയും. രണ്ടാം പ്രകാശം കിട്ടിയ ആളിൽ ഇതിന്റെ ഈ മൂന്ന് സംഗതിയും പണിയെടുക്കുന്നുണ്ട്. രണ്ടാം പ്രകാശം ഒന്നൊരു സ്റ്റാൻഡേർഡ് കൂടിയ ആളുകളുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് കൂടിയ ആളില്ല, ഒന്നും കൂടി അള്ളാഹുവിലേക്ക് ഇബാദത്തൊക്കെ എടുത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാർ. അതായത് ഈ ഒന്നാം പ്രകാശം ഫുള്ള് കറക്റ്റ് കശ്ഫും ബസാറത്തും ഹുക്കുമും കിട്ടിയ ആളുകൾ, അവർ ആ കറക്റ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവരിൽ രണ്ടാമത് വീട് എന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം വന്നുകൊണ്ടിരിക്കും, അല്ലെ? ആ വെളിച്ചം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അതിനും അവരിൽ മൂന്നവസ്ഥകൾ വരും. കശ്ഫും വരും, ബസാറത്തും വരും, ഏതും വരും, കൽബും പണിയെടുക്കും. അതെങ്ങനെയാണ്? ഉദാഹരണം പറയാം. അതെന്താണ്? മറ്റേത് എന്താന്ന് വെച്ചാല് നന്മയും തിന്മയാണ്. ഇതങ്ങനല്ല. ഈ രണ്ടാമത്തെ ആൾക്കാർക്ക് രണ്ടാമത്തെ പ്രകാശം കിട്ടിയ അവിടെ കശ്ഫ് എന്താ ചെയ്തു കൊടുക്കുക? അള്ളാഹു അല്ലാത്ത നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളും അത് നമ്മൾ ചതിക്കും എന്നെന്ത് ചെയ്യും? അത് മനസ്സിലാക്കും. ഡയറക്റ്റ് നന്മയും തിന്മയല്ല അവിടെ പറയുന്നത്. അത് നന്മയും തിന്മ മനസ്സിലായി. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയാൽ നമ്മൾ ഇടപഴകുന്ന പല മേഖലകളുടെയും യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു. ഉദാഹരണം പറയാം, നമ്മളെ ഭാര്യമാർ.
ഭാര്യമാർ നമുക്ക് ശത്രുത ഉണ്ടാവുന്ന സമയങ്ങളുണ്ട്, നമുക്ക് എതിരാവുന്ന സമയങ്ങളുണ്ട്, ഉപകാരപ്പെടുന്ന സമയങ്ങളുണ്ട്. അപ്പൊ ഇന്നതൊക്കെയാണ് നമുക്ക് അനുകൂലമാവുന്നത്, ഇന്നതൊക്കെയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി തരും. നമ്മൾ അറിയാതെ പോകുന്ന പല ചതികളുണ്ട്. നമ്മുടെ സന്താനങ്ങൾ, നമ്മളെ ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, നമ്മൾ ഏറ്റെടുത്ത സ്ഥാനമാനങ്ങൾ, അതിലൊക്കെ എന്തുണ്ട്? അതിലൊക്കെ ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. പ്രത്യക്ഷത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? ചികന്ന് അന്വേഷിച്ച് ഒരു ഡീറ്റെയിൽസ് ആർക്ക് തരും? നമുക്ക് തരും. എന്നിട്ട് എന്ത് ചെയ്യും? അതാണ് ഇത് നല്ലത് തന്നെയാണ്. ഇപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ട് ഇത് നല്ലതാണ്, ഇത് മോശം എന്ന ഒരു വിധി അവിടെ ബസാറത്ത് പറയും. എന്നിട്ട് ആ തീരുമാനത്തിലേക്ക് ഹൃദയം പോകും. അതാണ് രണ്ടാം പ്രകാശം കിട്ടിയാൽ ഉണ്ടാവുന്ന അവസ്ഥ. ഏത് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അയാൾ ഭൗതികമായ കാഴ്ചപ്പാടിലൂടെയാണ് ഇത് നല്ലതാണോ മോശമാണോ തീരുമാനിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ മോശമാണോ തീരുമാനിക്കുന്ന വിലയിരുത്തുന്ന മാനദണ്ഡം ഭൗതികതയല്ല, ശർഅാണ്. മനസ്സിലായില്ലേ? അവിടെ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, മോശകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രകാശം ഉണ്ടോന്നാ ചോദിക്കണേ അല്ലേ? അവർക്ക് പ്രകാശം കിട്ടിയിട്ടില്ല. അവരുടെ പ്രകാശങ്ങൾ തന്നെ ഉപകരിക്കാത്ത ദുന്യാവിന്റെ വെറും കാഴ്ചപ്പാടിന് മാത്രമുള്ള പ്രകാശമാണ്. ഇവിടെ യഥാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞാൽ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടെടുക്കുന്ന പണിക്കാണ് ഇവിടെ യഥാർത്ഥ പ്രകാശം. അത് ആർക്ക് കിട്ടിയില്ല? വിശ്വാസിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഏത് നന്മയും പരിശുദ്ധ ഖുർആൻ നന്മയായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏത് നല്ല വിശ്വാസിയാണ് അയാൾ മരിച്ചവനിൽ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുള്ള അയാളെ എണ്ണിയിട്ടുള്ളത്. അയാൾക്ക് ജീവനില്ല. ഹിദായത്ത് കിട്ടിയതിന്, സന്മാർഗം കിട്ടിയതിനു ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഓരോ റൂട്ടുകളിൽ ഉണ്ടാവുന്ന പരിവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. അല്ല, അത് പല നിലക്കാകാം, അതാണ് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ വാരിദുൽ വിസാൽ, മൂന്നാം പ്രകാശം, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതെന്താ വെച്ചാൽ അവർക്ക് എന്താണ്? അള്ളാഹു അല്ലാത്ത എല്ലാം, അള്ളാഹു എന്ന് പറഞ്ഞ സംഗതി മാത്രം, എല്ലാത്തിലും അള്ളാഹു അല്ലാത്ത വേറെ എന്തെല്ലാം സംഗതികളുണ്ടോ അതിലൊക്കെ എന്തുണ്ട്? അതിലൊക്കെ എന്തുണ്ട്? അതിന്റെ ചതികൾ അവരെന്ത് ചെയ്യും? അവര് മനസ്സിലാക്കും. അത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുടെ അവസ്ഥയാണ്. അത് അവരെ വിഷയത്തിൽ പോലും അവരെന്തില്ല, അവര് ഫാനിയാകുന്നതാണ്. അവരുടെ വിഷയങ്ങൾ പോലും അവർ മറന്നിട്ടുണ്ടാവും. സർവശക്തന അള്ളാഹുവിന്റെ വിഷയങ്ങൾ മാത്രം ആണ് അവരെന്തുണ്ടാകുക, ഫുൾ ടൈം മുൻതൂക്കം. അതാണ് അവരുടെ മുമ്പിൽ കശ്ഫ് ഉണ്ടാകുക. അത് തീരുമാനിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. ഏത്? അവരുടെ ഹൃദയം എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇനി വേറെ നിലക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശദീകരിക്കാം. നൂറുൽ ഇസ്ലാം, നൂറുൽ ഈമാൻ, നൂറുൽ ഇഹ്സാൻ, അങ്ങനെ നമുക്കിതിനെ വിശദീകരിക്കാം അല്ലെ? കാരണം എന്താണ്? പിന്നെ ഒരു ഇസ്ലാമികമായ പ്രകാശം. അപ്പൊ ഈ വിശ്വാസത്തിന്റെ ശേഷിയുടെ നീർന്ന് ഇസ്ലാം കിട്ടിയ ആൾക്കുണ്ടാകുന്ന പ്രകാശം, അതാണ് ഒന്നാമത്തെ പ്രകാശം അല്ലെ? കാരണം അത് ഇസ്ലാം കിട്ടുന്നതോട് കൂടിയാണ് അയാൾക്ക് കുഫ്ർ, അവിശ്വാസം ഏതാണ്. നൂറിൽ ഇസ്ലാം കിട്ടിയാൽ അയാൾക്ക് ഏത് മനസ്സിലാവും? നൂറിൽ ഇസ്ലാം കിട്ടിയ ആൾക്ക് എന്ത് മനസ്സിലാവും? അവിശ്വാസം ഏതാണ്, തിന്മ ഏതാണെന്ന് അയാൾക്ക് എന്ത് ചെയ്യും? അയാൾക്ക് നൂറിൽ ഇസ്ലാം കിട്ടിയ അയാൾ 3 പണി വരും. ആദ്യം കശ്ഫ് പണിയെടുക്കും. കശ്ഫ് പണിയെടുക്കൽ എങ്ങനെയാണ്? നൂറിൽ ഇസ്ലാം കിട്ടിയാൽ അയാൾ കശ്ഫ് എന്താ പണിയെടുക്കുക? അവിശ്വാസം ഏതാണ്, തിന്മ ഏതാണ് എന്ന് അയാൾക്ക് ഒഴിവായി കൊടുക്കും. എന്നിട്ട് അവിശ്വാസം മോശമാണ്, തിന്മ മോശമാണ്, വിശ്വാസം നല്ലതാണ്, നന്മ നല്ലതാണ് എന്ന് അയാളിൽ വിധി പറയും. അതാണ് അയാളിൽ ഏതുണ്ടാവുന്നത്? ബസാറത്ത്. പിന്നെ അവിശ്വാസത്തിനെതിരെ അയാൾ പോവില്ല, വിശ്വാസത്തിന്റെ മാർഗത്തിൽ മാത്രം അയാൾ വരുള്ളൂ, നന്മകൾ മാത്രം ചെയ്യുള്ളൂ, തിന്മന്റെ മാർഗത്തിൽ അയാൾക്ക് പോവില്ല. അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് അയാൾ നീങ്ങും. ആ വ്യക്തി അയാൾ മാറും. അതാണ് അയാളുടെ ആ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അയാൾ ഹൃദയം ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ പണിയെടുത്തിട്ടുണ്ട്, ഹൃദയം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നൂറുൽ ഈമാൻ ശ്രദ്ധിക്കണം, അത് നൂറുൽ ഇസ്ലാമാണ്. നൂറുൽ ഈമാൻ ആവുമ്പോൾ എന്താ ഉണ്ടാകുക? നൂറുൽ ഈമാൻ ഒന്നുകൂടെ പ്രകാശം കൂടും. അതെങ്ങനെ പ്രകാശം കൂടാം? അവിടെ കൂടുന്ന രീതി എങ്ങനെയാണ്? അവിടെ പിന്നെ വിശ്വാസം അവിശ്വാസം അല്ല മനസ്സിലാകുന്നത്. അവിടെ ശിർക്കുണ്ട്. പക്ഷെ അവിടെ ശിർക്ക് എന്താണ്? യഥാർത്ഥ ഡയറക്റ്റ് ശിർക്കല്ല, മോശം. ഡയറക്റ്റ് ശിർക്ക് മോശമാണ് ഒന്നാം പ്രകാശത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ രഹസ്യമായ കുറെ ശിർക്കുകൾ വേറെയുമുണ്ട് അല്ലേ? ശിർക്കുകൾ വേറെ അല്ലേ? എന്താ ശിർക്കുകൾ? ശിർക്കുൽ അല്ലേ? ശിർക്കുകൾ ഒരുപാടില്ലേ? അതായത് പിന്നെ അള്ളാഹു അല്ലാത്ത വേറെ ആളെ കാണാൻ വേണ്ടി പണിയെടുക്കുക. അതെന്താണ്? ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശിർക്ക. ഇത് എന്ത് ചെയ്യും? ഇത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോ ഒന്നാമത് മറ്റേ ശിർക്കല്ല, അള്ളാഹു അല്ലാത്ത വേറെ ആൾക്ക് വേണ്ടി ചെയ്യുന്ന പണികൾ, ലോകമാന്യതകൾ, റിയാകൾ, ഇത് അയാളെ മുമ്പിൽ എന്ത് ചെയ്യും?
ഔട്ട്ലൈൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. ആ പ്രകാശം അത് മോശമാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്നെന്ത് ചെയ്യും? ബസാറത്ത് വിധിക്കും. ഇനി അതിലേക്ക് പോകില്ല, അത് പാടില്ല എന്ന ആ നിലപാടുകൾക്ക് നീങ്ങും. അതാണ് അയാളുടെ ഹൃദയം അവിടെ പണിയെടുക്കുന്നത്. നൂറിൽ ഇഹ്സാൻ ആവുമ്പോൾ എന്താണ്, അതൊന്നും കൂടി എന്താണ് സ്റ്റാൻഡേർഡ് ഇതേപോലെ എന്ത് ചെയ്യും? കൂടും. നൂറിൽ ഇഹ്സാൻ ആവുമ്പോൾ എന്താണ്, അള്ളാഹു അല്ലാത്ത എല്ലാം ഇരുളടഞ്ഞതാണ്, അള്ളാഹു മാത്രമാണ് പ്രകാശം. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒന്നിലേക്കും എന്ത് ചെയ്യില്ല, ആ എല്ലാം അള്ളാഹു, അവന്റെ ശരണങ്ങൾ ഫുള്ള് അള്ളാഹു. അത് ഉന്നതമായ സ്റ്റാൻഡേർഡാണ്. ഈ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? അയാൾ പോവും. അല്ലെങ്കിൽ നൂറ് ശരീഅത്ത്, ശ്രദ്ധിക്കണം, നൂറ് ശരീഅത്ത്, നൂറുൽ എന്താണ് ത്വരീഖത്ത്, നൂറുൽ ഹഖീഖത്ത്, ഇങ്ങനെയും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ഡിതന്മാര് വേർതിരിച്ചിട്ടുണ്ട്. നൂറ് ശരീഅത്ത് കിട്ടിയ ആളാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് ഇതേപോലെ ഹക്കും ബാത്തിലും ഹക്കും ബാത്തിലും വേർതിരിക്കുകയും ബാത്തില് മോശമാണെന്ന് അള്ളാഹുലേക്ക് പരിശ്രമിക്കൽ, ഇബാദത്ത് ചെയ്യുന്നത് നല്ലതാണ് എന്നെന്ത് ചെയ്യും? അയാൾക്ക് കാണിച്ചു കൊടുക്കും. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് നൂറ് ശരീഅത്ത് കിട്ടിയ വ്യക്തിക്ക് കശ്ഫ് അങ്ങനെ പണിയെടുത്താൽ അങ്ങനെ തന്നെയാണ് നീങ്ങേണ്ടത്, അള്ളാഹുലേക്ക് അങ്ങനെ തന്നെ നീങ്ങാൻ പാടുള്ളൂ എന്ന ഒരു വിധി പറയും. ആര്? ബസാറത്ത്. അയാൾ അതിലേക്ക് അങ്ങനെ തന്നെ പോവും. അതാണ് ഏത്? ഖൽബ്. മനസ്സിലായില്ലേ? അപ്പോ അത് നൂറ് ശരീഅത്താണ്. നൂറ് ത്വരീഖത്താവുമ്പോൾ അതുപോലത്തെ കുറെ ന്യൂനതകൾ, വേറെ കുറെ ന്യൂനതകൾ മാറിയിരിക്കും. പിന്നെ അങ്ങനെ തന്നെ ഇതേപോലെ തന്നെ 3 സ്റ്റാൻഡേർഡ് അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ പ്രകാശം, ആ ഒരു പ്രകാശം കൊണ്ട് തന്നെ നമ്മൾ 3 അവസ്ഥയിലേക്ക് വേറെ പോകുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശങ്ങൾ ആവശ്യമാണ്. തുടക്കാവസ്ഥയിലുള്ള പ്രകാശങ്ങളുണ്ട്, മധ്യാവസ്ഥയിലുള്ള പ്രകാശമുണ്ട്, ഒടുക്കാവസ്ഥയിലുള്ള പ്രകാശമുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ചൊക്കെ പ്രകാശങ്ങൾ സർവശക്തനുള്ള നമുക്ക് എന്ത് ചെയ്യും? ഇട്ടു തന്നുകൊണ്ടേയിരിക്കും. ഈ ഓരോ പ്രകാശങ്ങളും കിട്ടിയാലും അതിനനുസരിച്ച് അനുബന്ധ പണികൾ വേറെ വരേണ്ടതുണ്ട്. അതാണ് ആ പ്രകാശം നമുക്ക് കാണിച്ചു തരിക മാത്രമേ ചെയ്യുള്ളൂ. അത് നല്ലതാണ് മോശമാണെന്ന് സ്വീകരിക്കാൻ എന്നുമാണ് നമ്മൾ ബസാറത്ത് ഇവിടെ വർക്ക് ചെയ്യണം. നല്ലതാണ് മോശമാണെന്ന് വിധിക്കണം, നല്ലത് സ്വീകരിക്കണം, മോശം തള്ളാനും അവിടെ എന്ത് ചെയ്യണം? ഹൃദയം പണിയെടുക്കണം. എന്നാലേ ആ പ്രകാശം പരിപൂർണമായി യൂസ് ചെയ്ത അള്ളാഹുവിന്റെ അടിമകളായി നമുക്ക് മാറുള്ളൂ. കാരണം നമുക്ക് നല്ലത് മോശം എന്നൊക്കെ പലതും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഗതി ഹക്കും ബാത്തിലും വേറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹക്കും ബാത്തിലും നല്ലതും തിരിച്ചറിഞ്ഞ ആളുകൾ തന്നെ പലരും ഹക്ക് മോശമാണ്, ബാത്തിൽ നല്ല ഹക്ക് നല്ലതാണ്, ബാത്തിൽ മോശമാണ് എന്ന ദൃഢതയിലേക്ക് വന്നിട്ടില്ല. ഇനി ദൃഢതയിൽ വന്നവർ തന്നെ സംഗതി അങ്ങനെ തന്നെ വേണ്ടത് വെച്ചിട്ടും അവരതിലേക്ക് പ്രവർത്തിക്കണില്ല. അപ്പൊ ഈ 3 ഘട്ടങ്ങളോട് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്നാൽ ആ പ്രകാശം ഫലപ്രദമായ രീതിയിൽ പൂർണ്ണമായി ഉപയോഗിച്ച അള്ളാഹുവിന്റെ അടിമയായി മാറുക എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു തആല അവന്റെ സ്വാലിഹീങ്ങളായ അവന്റെ അടിമകൾ